അത് പറയുന്ന അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല ബ്രോ. എൻ്റെ രണ്ടാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള അമ്മ സാധനം ഞാൻ കാണിച്ചു തരാത്ത. അങ്ങനെ രാഹുൽ ദാസ് എന്നുള്ള കിച്ചു മറുപടി ആയിട്ട് വന്നിരിക്കുകയാണ്. എന്തുകൊണ്ട് കിച്ചു രേണുവിനെ കാണാൻ പോകുന്നില്ല എന്ന് ചെറിയ പിള്ളേരെ പോലെ ഈ റിയാക്ഷൻ വീഡിയോക്കാർ ഞാൻ ഉൾപ്പെടെ സംശയിച്ചു പോയൊരു കാര്യമാണ്. എന്തായാലും കിച്ചു സുധി അതിന് കൃത്യമായിട്ടുള്ള മറുപടി ആയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. കിച്ചു എന്ന രാഹുൽ ദാസ് അതിന് പറയുന്ന മറുപടി ഒരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. അത് പറയുന്ന അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല ബ്രോ. എൻ്റെ രണ്ടാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള അമ്മ സാധനം ഞാൻ കാണിച്ചു തരാത്ത. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്, മനസ്സിലായോ? അപ്പോൾ ഞാനിത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പൻ്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും ഇപ്പം മിക്ക പിള്ളേരാണെങ്കിലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പം അവനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നിയില്ല, എനിക്ക് അതിൽ നിന്ന് 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഞാനൊന്നും തിരിച്ച് റിപ്ലൈ എടുക്കാൻ പോയില്ല. ഞാൻ അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു ആ ചാപ്റ്റർ, മനസ്സിലായി? അപ്പം ബ്രോ പറഞ്ഞ പോലെ എനിക്കൊരു അമ്മയുടെ വില എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ സ്നേഹത്തിൻ്റെ വില എനിക്കറിയാം. എനിക്കത് പറയണമെന്ന് തോന്നി. വീഡിയോ കണ്ടപ്പോൾ എനിക്കതൊന്നും തോന്നിയിട്ട് കേട്ടാ. പിന്നെ ഞാൻ കോട്ടയത്ത് പോയി ഞാൻ ഋതപ്പനെ കണ്ടു. ഋതപ്പന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവനെ ഹാപ്പി ആക്കി ഞാൻ തിരിച്ചു വന്നു. അമ്മേനെ കാണാൻ പറ്റിയില്ല. അമ്മേനെ കാണാൻ ഇപ്പോൾ പറ്റില്ല, ആശുപത്രി എന്നുള്ള രീതി പറഞ്ഞു. ആശുപത്രി പോയാലും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും അമ്മയുടെ അസുഖം എന്തായാലും മാറട്ടെ, പ്രാർത്ഥിക്കാം. അതേ എന്നെ കൊണ്ടും പറ്റത്തുള്ളൂ, നിങ്ങളെ കൊണ്ടും പറ്റത്തുള്ളൂ. അത് ഞാൻ ചെയ്യുന്നുണ്ട്. രാഹുൽ ദാസ് എന്ന കിച്ചു കാണിക്കുന്ന ഈ വീഡിയോ രേണു സുധി ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ എന്ന ഫീച്ചർ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെയുള്ളതാണ്. അവരവരുടെ ബോഡി പാർട്സ് കാണിക്കുന്നു, ചുണ്ടുകൾ കൊണ്ട് സെക്ഷൽ ആയിട്ടുള്ള ആംഗ്യം കാണിക്കുന്നു, കടിക്കല്ലേ ഇതാ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവർ ആ ചുണ്ടൊക്കെ കാണിക്കുന്നു. ഒരു മൂത്ത മകനെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്വന്തം ബയോളജിക്കൽ സൺ അല്ലെങ്കിൽ പോലും ഒരമ്മ എന്നുള്ള നിലയിൽ അവരൊരു വീട്ടിൽ വളർന്നിട്ടുള്ളതാണ്, അമ്മ എന്ന് വിളിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ ബ്രദർ, അതായത് രേണുസുധിയുടെ സ്വന്തം മകൻ വലുതായി വരുമ്പോൾ അമ്മയുടെ ഈ വീഡിയോ ഒക്കെ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാകുമ്പോൾ അത് മോശമല്ലേ എന്ന് ആ കുട്ടി മെസ്സേജ് അയച്ച് രേണുസുധിയോട് ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് രേണുസുധി പറയുന്നത്, എനിക്ക് നല്ലൊരു ഇൻകം കിട്ടുന്നുണ്ട്, ഇപ്പോൾ നല്ല പൈസ കിട്ടുന്നുണ്ട്, 2.5 ലക്ഷം രൂപയൊക്കെ. അതായത് സബ്സ്ക്രിപ്ഷൻ എന്ന ഫീച്ചർ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ പ്രധാനമായിട്ടും ഏതെങ്കിലും ഒരു വ്യക്തി കൂടുതൽ ടാലൻറ്റഡ് ആണെങ്കിൽ അയാളുടെ ടാലൻറ്റ് അയാളെ അത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരു ലിമിറ്റഡ് സബ്സ്ക്രൈബേഴ്സുമായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം എന്നുള്ള നിലയ്ക്കാണ്. ഈ സബ്സ്ക്രൈബേഴ്സ് ചെറിയൊരു പേയ്മെൻറ്റിലൂടെയാണ് കേട്ടോ ആ ഒരു ടാലൻറ്റ് കാണാനുള്ള അവസരം. ഈ സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ഫീച്ചർ വളരെയധികം ദുരുപയോഗം ചെയ്യപ്പെട്ട് ഒരുപാട് സ്ത്രീകൾ വസ്ത്രം മാറ്റിയിട്ടും മോശമായിട്ടുള്ള ആംഗ്യങ്ങൾ കാണിച്ചിട്ടും സബ്സ്ക്രിപ്ഷൻ റേറ്റ് കൂട്ടിയിട്ട് ഏകദേശം 300, 200, 150 എന്നുള്ള റേറ്റൊക്കെ. അപ്പോൾ രേണുസുധിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 150 ആയിരുന്നു അവർ പെർ പേഴ്സൺ ഈടാക്കിയിരുന്ന തുക എന്ന് തോന്നുന്നു. ഏകദേശം ഒരു 3000-4000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. ഒരു മാസം മന്ത്ലി എന്തായാലും അവർക്കൊരു 3 lakhs കിട്ടിയിരുന്നു. അപ്പോൾ ഇതിനെ മൂത്ത മകൻ ചോദ്യം ചെയ്തപ്പോൾ നമ്മൾക്ക് പൈസ കിട്ടുന്നുണ്ട് എന്നവർ ആ ജനറലൈസ് ചെയ്തിട്ട് ആ കാര്യം പറയുകയാണ്. അതോടുകൂടി കിച്ചു ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ എന്തുകൊണ്ട് അമ്മയ്ക്ക് ഇങ്ങനെ മാരകമായിട്ടുള്ളൊരു അസുഖം ഉണ്ടായിട്ടും കിച്ചു പോകുന്നില്ല എന്നുള്ള ചോദ്യത്തിന് വളരെ ഭംഗിയായിട്ട് തന്നെ ആ വീഡിയോ കാണിച്ചിട്ട് ഇതുകൊണ്ടാണ് ഞാൻ പോവാത്തത്, എനിക്ക് അതോടുകൂടി മടുത്തു എന്നുള്ള രീതിയിലാണ് അയാൾ രംഗത്ത് വന്നിട്ടുള്ളത്. ഇനി രേണുസുധി ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. രേണുസുധിയെ സംബന്ധിച്ചിടത്തോളം അവർ കിച്ചു ഈ വീഡിയോ കാണിച്ചത് അവരുടെ ഏറ്റവും മോശം ഭാഗങ്ങൾ എടുത്തിട്ട് ആ വീഡിയോ ഇട്ടത് വളരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് അവരെ. ആ വീഡിയോയിൽ ഇനി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം. ഞാൻ എന്റെ ജീവിതത്തിൽ എന്ത് തുടങ്ങിയാലും കിച്ചുവിനെ പരിചയപ്പെട്ടതിനെ തുടർന്ന്, എന്ത് സുചേട്ടൻ മരിച്ചതിനെ തുടർന്ന് എന്ത് തുടങ്ങിയാലും ഞാനത് കിച്ചുവിനെ അറിയിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. തെളിവുണ്ട് എൻ്റെ കയ്യിൽ, ഞാൻ നിങ്ങളെ കാണിക്കാം. കിച്ചു എന്തായാലും എന്റെ ചാറ്റ് പുറത്ത് വിട്ടല്ലോ, അപ്പൊ പിന്നെ എനിക്കും പറയണമല്ലോ, പറയേണ്ട കാര്യങ്ങൾ എനിക്കും പറയണം. ഞാൻ കിച്ചുവിനോട് പറഞ്ഞ സബ്സ്ക്രിപ്ഷന്റെ ചാറ്റ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. കാരണം എന്നെ പറ്റി അതാണല്ലോ പറഞ്ഞത്, സബ്സ്ക്രിപ്ഷൻ ആണല്ലോ ഇപ്പം മെയിൻ പ്രശ്നമായിട്ട് ഇപ്പം പറഞ്ഞത്. അപ്പൊ ആ സബ്സ്ക്രിപ്ഷന്റെ ചാറ്റ് മാത്രം ഞാൻ കാണിക്കാം. ഓക്കെ, ഞാൻ കിച്ചുവിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണിക്കാം. കിച്ചു സൺ, ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി
അപ്പൊ ഒരു സ്മൈലിയുടെ ചിഹ്നം ഇട്ടപ്പോ കിച്ചു ആഹാ. അപ്പൊ ഞാൻ 500 സബ് കഴിഞ്ഞു കേട്ടോ. ആ തുടങ്ങി അന്നാണെന്ന് നിങ്ങൾ ഓർത്തോണം. എന്റെ തുടങ്ങി അന്ന് 500 സബ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ കിച്ചു എന്താ എന്നോട് പറഞ്ഞ മറുപടി, നിങ്ങൾ മേലെ ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇനി ഇത് ഒരിക്കലും ചെയ്യരുതെന്ന് കിച്ചു അന്ന് എന്നോട് പറയുമായിരുന്നെങ്കിൽ മോനെ കിച്ചു അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങത്തില്ലായിരുന്നു. പക്ഷെ മോൻ എന്നാ പറഞ്ഞെന്നറിയോ, ഗുഡെന്ന്. അതിനുശേഷം ഞാൻ പറഞ്ഞ 600 കഴിഞ്ഞു, 180 രൂപയാണ്. അപ്പൊ കിച്ചു പറയാട്ടാ 180. നിങ്ങൾ കണ്ടോ, നിങ്ങൾ കണ്ടോ ചാറ്റ് കണ്ടോ, നിങ്ങൾ ചാറ്റ് കാണും. ദേ കിച്ചു സൺ ഫുള്ള് കാണാവോ ചാറ്റ്? ഇതാണ്ട് എന്റെ ചാറ്റ് കാണിച്ചുകൊണ്ടാണ് ഞാനിത് പുറത്ത് വിട്ടത് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിടത്തില്ലായിരുന്നു മോനെ. വേണ്ടേ കിച്ചു ഞാൻ തമ്മിലുള്ള ചാറ്റാണ്, സബ്സ്ക്രിപ്ഷന്റെ കാര്യമാണ്. അപ്പൊ എന്റെ പൊന്നു കുഞ്ഞു മോനെ കിച്ചു, നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. പിന്നെ മോൻ ഗുഡെന്ന് പറഞ്ഞുകൊണ്ടാണ് മോൻ അന്ന് എന്നോട് പറയാനേ അമ്മേ അത് വേണ്ട കേട്ടോ എന്ന് പറയാൻ അമ്മ ഇത് ചെയ്യത്തില്ലായിരുന്നു മോനെ. മോൻ ഗുഡ് നന്നായെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്. പിന്നെ നാക്കിന്റെ വീഡിയോ നിങ്ങൾക്കറിയാം, ലൈവ് വീഡിയോ വന്നപ്പം കിച്ചു എന്നോട് സംസാരിച്ചു. അപ്പോഴാണ് കിച്ചു എന്നോട് ഇത് സംസാരിക്കുന്നത്. അത്രയും നാളുമായിട്ട് കിച്ചു എന്നോട് ഇത് സംസാരിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ സംസാരിച്ചപ്പം ഞാൻ എന്താ പറഞ്ഞത്, കിച്ചു എത്രയോ പേര് ഓരോന്ന് ചെയ്യുന്നു, അവർക്കൊന്നുമില്ല. രേണു കാണിക്കുന്ന ഈ വീഡിയോ സബ്സ്ക്രിപ്ഷൻ ഞാൻ ചെയ്തോട്ടെ എന്ന് പറയുമ്പോൾ ഇന്നത് കിട്ടും, 180 രൂപ വെച്ച് ഒരാൾക്ക് കിട്ടും. അപ്പോൾ കിച്ചു ഗുഡ് എന്ന് പറയുന്നുണ്ട്. കിച്ചുവിനെ സംബന്ധിച്ചിടത്തോളം ഇൻസ്റ്റാഗ്രാമിലെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഈ സെക്ഷലായിട്ട് നമ്മൾ ആംഗ്യം കാണിക്കാനോ ബോഡി പാർട്സ് കാണിക്കാനോ ഉള്ളതാണെന്നുള്ള സീരിയസ് ഒരു പക്ഷേ കിച്ചുവിനെ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയെന്ന് പറയുമ്പോൾ ഇത് എന്തോ ഒരു സംഭവമാണ്. എന്നാൽ പിന്നെ അമ്മ ഒരു പുതിയ ഒരു ഫേസിലേക്ക് ഒരു ഘട്ടത്തിലേക്ക് ജീവിതത്തിൽ അങ്ങോട്ട് മുന്നേറുകയാണ്. അപ്പോൾ ദെൻ ഗുഡ് എന്ന് കിച്ചു അടിച്ചു എന്നുള്ളതാണ്. ഇത്രയും നേരം മകനോട് മര്യാദയ്ക്ക് സംസാരിച്ച രേണുവിൻ്റെ വോയിസ് അഥവാ ആ ടോൺ മാറിക്കഴിഞ്ഞു. ഇനിയൊരു ഭീഷണിയാണ്. നമ്മളറിയുന്ന കിച്ചു അല്ല രാഹുൽദാസ് എന്ന യഥാർത്ഥ ആള്. അതായത് മുമ്പേ പക്വതയില്ലാത്ത പ്രായത്ത്, പ്രത്യേകിച്ച് അമ്മയില്ലാത്ത അച്ഛൻ 2-3 അമ്മമാരുടെ അടുത്ത് കൊണ്ടുപോയി വളർത്തിയ ആ ബാല്യകാല ട്രോമയൊക്കെ അനുഭവിച്ചൊരു മകനാണ് കിച്ചു. സ്വാഭാവികമായിട്ട് അവനെ ഗൈഡ് ചെയ്യാനോ അവനെ കൊണ്ടുപോയി കൺട്രോൾ ചെയ്യാനോ ഒന്നും ആരുമില്ല. അപ്പോൾ ആൺകുട്ടികൾ ആ പ്രായത്തിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിയമവിരുദ്ധമല്ലാത്തത് എന്നാണ് രേണു അതിൽ പറയുന്നത്. അത് പക്ഷേ ഇന്നത്തെ ആ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടല്ലോ, ലഹരി അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും കേസിൽ പെട്ട് 2-3 പോലീസ് സ്റ്റേഷൻ്റെ കാര്യം അവൻ്റെ അമ്മ രേണു പറയുന്നുണ്ട്. അത് ആ കേസുകളിൽ നിന്നൊക്കെ ഊരിയെടുക്കാൻ രേണുവിൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും ഉണ്ടായല്ലോ. ഇനി അച്ഛനും മകനും മരിച്ചുപോയ സുധിയും കിച്ചുവും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ നിറഞ്ഞ ഒട്ടും നല്ല, ഇപ്പോൾ അച്ഛനെ പറ്റി ഇമോഷണൽ ആവുന്ന കിച്ചു ഒരു കാലഘട്ടത്തിൽ അച്ഛൻ പറഞ്ഞാൽ ഒന്നും കേൾക്കാത്തൊരു മകൻ എന്നുള്ള നിലയ്ക്ക് അവർ തമ്മിലുള്ള സംഭാഷണങ്ങളുടെ വോയിസ് റെക്കോർഡൊക്കെ സുധിയുടെ പഴയ ഫോണ് അത് ഇപ്പോൾ രേണുവിൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ കയ്യിലുണ്ട്. ആ ഫോണിൽ കിടപ്പുണ്ട്. വേണമെങ്കിൽ അത് പുറത്തു വിടുമെന്നുള്ളൊരു ഭീഷണി രേണുവിൻ്റെ സ്വരത്തിലുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. എന്നെ പറ്റി പറയുന്നല്ലോ സസ്പെൻഷൻ. ഞാൻ സസ്പെൻഷൻ അല്ലേ തുടങ്ങിയുള്ളൂ നിയമപരമായിട്ട്. നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. കിച്ചു നീ ഇപ്പോഴല്ലേ 1 വർഷമായിട്ടല്ലേ നീ ഇപ്പം സ്വന്തം കാര്യം നിൽക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതിനു മുന്നേ ഒരു രാഹുൽദാസ് ഉണ്ടായിരുന്നു. ചിങ്ങവനം ഭാഗം, കൊല്ലാട് ഭാഗം, അതുപോലെ ഈ പൊങ്ങന്താനം, ഈ തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷൻ, വാകത്താനം പോലീസ് സ്റ്റേഷൻ ഒന്ന് തിരക്കി നോക്ക് രാഹുൽദാസിനെ പറ്റി. അറിയാനുള്ളവരോടാണ് ഞാൻ പറയുന്നത്. എന്നെ കുറ്റപ്പെടുത്തുന്നവരെ. എന്തായാലും രേണുസുതി അങ്ങനെ ഒരു നിയമവിരുദ്ധമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളവർ കുറച്ചും കൂടെ അറിയണമെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ആ നാട്ടിലോ കൊല്ലാട് നാട്ടിലോ ഒന്ന് കിച്ചുവിനെ പറ്റി, രാഹുൽദാസിനെ പറ്റി തിരക്കി നോക്ക്. അപ്പൊ എനിക്കതും പറയാമായിരുന്നല്ലോ രാഹുല്. കിച്ചു ഇനിയെങ്കിലും എന്നെ ഇനി അമ്മയെന്ന് വിളിച്ചില്ലേലും കുഴപ്പമില്ല, എന്നെ ഇനി ഉപദ്രവിക്കാതെ വിടുക. ഞാൻ നിന്നെ ദ്രോഹിക്കാൻ വരുന്നില്ല, എന്നെ ഉപദ്രവിക്കാതെ വിടുക. ഞാൻ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്. ഞാൻ നിന്റെ കാല് പിടിച്ച് ഈ അമ്മ പറയാം, എന്റെ നെഞ്ചത്ത് അടിക്കാൻ പറ്റത്തില്ല, തിക്ലൈൻ കിടക്കുന്നതുകൊണ്ട് ഞാൻ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേദനിക്കും. ഞാൻ കാല് പിടിച്ച് പറയുക, എന്നെ ഇനി നാക്കിട്ട് എന്നെ ഇനി കുത്തി ഇനി എന്നെ സംസാരിപ്പിക്കരുത്. എനിക്ക് വയ്യ. ഇനി എന്റെ പേരെടുത്തിടരുത്. എനിക്ക് ഗുണം ചെയ്തില്ലേലും എന്നെ ദ്രോഹിക്കാതിരിക്കുക. എന്റെ കുഞ്ഞിനെ ഓർത്തിട്ട് ഇതിനകത്തുനിന്ന് എഴുന്നേറ്റ് വന്നേ പറ്റത്തുള്ളൂ എന്റെ ഋതപ്പന് വേണ്ടിയിട്ട്. നിനക്ക് ആ കുഞ്ഞിനോട് തൊള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ, നീ ഇത്രയും വരുമാനം നിനക്ക് കിട്ടുന്നുണ്ടല്ലോ, നീ 1 രൂപയ്ക്ക് ഒരു മുട്ടായി നീ അവനെ മേടിച്ചു കൊടുക്കോ. നിന്റെ അനിയനല്ലേ, എനിക്കൊന്നും വേണ്ട കിച്ചു നിന്റെ. ഞാൻ നിനക്ക് തന്നിട്ടേ ഉള്ളു പൈസ. അതിന് കണക്ക് പറഞ്ഞല്ല. അമ്മയ്ക്ക് പറയാതെ ഒരുപാട് കാര്യങ്ങൾ, തെളിവ് സഹിതം കാര്യങ്ങളാണ്. ഇപ്പൊ മോൻ സ്നേഹം കാര്യങ്ങളും ഒക്കെ ആയിട്ട് അച്ഛന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മോഷണം കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് പല ആളുകൾ. മോന്റെ വോയിസ് റെക്കോർഡും കാര്യങ്ങളും ഇപ്പോഴും നമ്മുടെ ചേട്ടൻ അളിയന്റെ ഫോണിനകത്ത് ഇപ്പോഴും കിടപ്പുണ്ട്, പഴയ റെക്കോർഡുകൾ, അച്ഛന്റെ മോന്റെ സംഭാഷണങ്ങളൊക്കെ.
മോൻ ഈ കാണിച്ച അമ്മയുടെ ചാറ്റ് പുറത്ത് വിട്ട പോലത്തെ അങ്ങനത്തെ ഒരു മനസ്സുള്ളവരാണ് ഞങ്ങളൊക്കെ അതും പുറത്ത് വിടത്തില്ല മോനെ. ഞങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ. എന്നിട്ട് ഇനിയെങ്കിലും എന്നെ വെറുതെ വിടാൻ മേലെ. ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് അല്ലേ, ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിടാൻ മേലെ. 11 വയസ്സിലെ സുധിച്ചേട്ടൻ അന്ന് ശ്വാസിൽ വെച്ച് എന്നെ ഏൽപ്പിച്ചപ്പം ആരുമില്ലായിരുന്നു മോനൊരു പ്രാവശ്യം അച്ഛനോട് വഴക്ക് പിടിച്ച് കൊല്ലത്ത് പോട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ച് ഓർക്കുന്നുണ്ടോ? അന്ന് അവരെന്തുവാ പറഞ്ഞ മോനെ, ഇങ്ങോട്ട് വരണ്ട, അവിടെ അച്ഛന്റെ അമ്മയുടെ കൂടെ നിന്നാ മതി. ഇതൊക്കെ മോനെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ മോൻ അതൊന്നും ഓർമ്മ കാണത്തില്ല. ആപത്ത് ഘട്ടങ്ങളിൽ പോലും ഞാരുമില്ലായിരുന്നു. ഈ അമ്മയും നീ കുറ്റം പറഞ്ഞ നിന്റെ അളിയനും ചേച്ചിയൊക്കെ ഉള്ളായിരുന്നു. ഓരോ കുറ്റത്തിന് പോലീസ് സ്റ്റേഷൻ വരെ കയറി ഇറങ്ങി ഞാനായിരുന്നു. മലയാളത്തിൽ ഔചിത്യം എന്നുള്ളൊരു വാക്കുണ്ട്. ഈ ഔചിത്യമില്ലായ്മ രണ്ടുപേരും കാണിച്ചു. സുധിയെ സംബന്ധിച്ചിടത്തോളം, കിച്ചുവിനെ സംബന്ധിച്ചിടത്തോളം അമ്മ ഒരു അസുഖക്കാരിയാണ്. അത് വളരെ മൂർധന്യത്തിലെത്തിയിരിക്കുന്നു. ICUവിലൊക്കെ കിടന്ന് ആ ഒരു ദിവസങ്ങളിൽ തന്നെ അവരുടെ പഴയ സബ്സ്ക്രിപ്ഷൻ വീഡിയോ തോണ്ടിയെടുത്തിട്ട് അവർ ഏറ്റവും അധികം വൾഗറായിട്ട് ചിത്രീകരിക്കുന്ന അവർ സ്വയം അഭിനയിച്ച ആ വീഡിയോ ആണെങ്കിൽ തന്നെ ഒരു മകൻ എന്നുള്ള നിലയ്ക്ക് അമ്മയെ ഇങ്ങനെ അപമാനിക്കേണ്ട സമയമല്ല. എനിക്ക് അമ്മയുടെ അടുത്ത് പോകാൻ ഇഷ്ടമില്ല. എന്തുകൊണ്ട്? അവർ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് എനിക്ക് ഇഷ്ടമായില്ല. അതെന്നെ പേഴ്സണലായിട്ട് ഹർട്ട് ചെയ്തു, എൻ്റെ അനിയനെ വേദനിപ്പിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഞാൻ അവരെ കാണാൻ പോവില്ല എന്ന് അന്തസ്സായിട്ട് പറയുന്നതിന് പകരം ഒരു സ്ത്രീയുടെ അവരെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണെങ്കിൽ പോലും ആ അസുഖക്കിടക്കയിൽ അവർ കിടക്കുമ്പോൾ തന്നെ അവരെ പറ്റി ഇങ്ങനെ ഒരു വീഡിയോ കാണിക്കുമ്പോൾ അത് അവരെ സമൂഹത്തിൽ എങ്ങനെ കണക്കാക്കപ്പെടുമെന്ന് പോലും ചിന്തിക്കുന്നില്ല. നാളെ അവർക്കൊരു മാസ് ഫണ്ടിങ്, അതായത് അസുഖം മൂർച്ഛിച്ച അല്ലെങ്കിൽ അസുഖത്തിൻ്റെ ചികിത്സകൾ ഫേസ് ചെയ്യാനായിട്ട് അവർക്കൊരു സാമ്പത്തിക സഹായം, അതിനൊക്കെ ഒരു ഫണ്ട് അക്യുമുലേഷനൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ ഇയാൾ അല്ലെങ്കിൽ ഈ മകൻ കാണിച്ചത് തീരെ ഔചിത്യമില്ലായ്മയാണ് എന്നുള്ളതാണ് ഞാൻ പറയുള്ളൂ. ഇനി രേണുവിനെ സംബന്ധിച്ചിടത്തോളം രേണു ഇങ്ങനെ വയ്യാതെ കിടക്കുകയാണ്. തീർച്ചയായിട്ടും അവരുടെ മനസ്സാകെ തകർന്നിരിക്കുകയാണ്. അതിൽ വലിയ സംശയമൊന്നുമില്ല. മകനെ പറ്റി ആലോചിച്ച്, അവരുടെ പ്രസവിച്ച മകനെ പറ്റി ആലോചിച്ചിട്ടും ഒരു രോഗം വരുമ്പോൾ നമ്മുടെ സാധാരണ മാനസിക അവസ്ഥയല്ല ഒരിക്കലും രോഗിക്ക്, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അസുഖം വരുമ്പോൾ നാളെ എന്നുള്ളത് ഒരു അനിശ്ചിതത്വമായിരിക്കെ അവരുടെ മനസ്സാകെ താളം തെറ്റിയിരിക്കുന്ന സമയത്ത് അവരെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ഈ വീഡിയോ കണ്ടപ്പോൾ അവർക്ക് ഇത് പ്രതികരിക്കാതെ ദൈവം പ്രാർത്ഥിച്ച് ഇനി അവൻ ഇങ്ങനെ ചെയ്തു, ഇത് അവർ ചെയ്തു വെച്ച സാധനം തന്നെയാണ് അവൻ പുറത്തേക്ക് ഇട്ടതെങ്കിൽ പോലും ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ വികാരഭരിതയായിട്ട് അവനെ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ അവൻ്റെ അറിവില്ലാത്ത പ്രായത്തിൽ അവൻ ചെയ്തു കൂട്ടി എന്തെങ്കിലും നിയമപരമല്ലാത്ത കാരണങ്ങളുണ്ടെങ്കിൽ, നിയമപരമല്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ ആ ഹിസ്റ്ററിയൊക്കെ ചെയ്യേണ്ട സമയമല്ല ഇത്. ഒരമ്മ എന്നുള്ള നിലയ്ക്ക് അമ്മയും മകനും തമ്മിലുള്ള ആ ഒരു വ്യത്യാസത്തിൻ്റെ പക്വതയെങ്കിലും അവർക്ക് കാണിക്കായിരുന്നു, ആ സ്ഥാനത്തിൻ്റെ പക്വത. മകൻ അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്തെങ്കിൽ അത് ഒരുപാട് പേര് കണ്ടതാണ്. ആ സബ്സ്ക്രിപ്ഷൻ വീഡിയോ ലീക്കായിട്ട് ഒരുപാട് യൂട്യൂബിൽ കണ്ടതാണ്, ഓൾറെഡി എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രമാത്രം പ്രകോപനം പറഞ്ഞ് ഇനി അവനൊരു ഭീഷണി എന്നുള്ള രീതിയിലൊക്കെ ഇനി ഞാനതൊക്കെ പുറത്തുവിടും, ഇതൊക്കെ പുറത്തുവിടും എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കേണ്ട ഒരു സമയമേ അല്ല. വളരെ സംയമനം പാലിച്ച് തൻ്റെ മകന് വേണ്ടി ആരോഗ്യവതിയായിട്ടുള്ള അമ്മയായി തിരിച്ചു വരാനായിട്ട് പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി ശുഭചിന്തകളുമായിട്ട് കഴിയേണ്ട ഒരു സമയമാണ്. കാര്യം മനസ്സിന് അങ്ങനെയൊക്കെ പാകപ്പെടാനായിട്ട് വലിയ പാടാണ്. ഒരു അസുഖബാധിതയായി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈസി ആയിട്ട് പറയുന്ന പോലെ ഒരിക്കലും അവരുടെ മനസ്സിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എങ്കിലും വിവേകത്തെ അമർത്തുന്ന ഒരവസരം അവർക്ക് അല്ലെങ്കിൽ അവരുണ്ടാക്കരുതായിരുന്നു. ആ മകനെ പറ്റി ഇനി എന്തൊക്കെ രഹസ്യങ്ങളുണ്ടെങ്കിലും അവരൊരിക്കലും അത് തുറന്ന് പറയാൻ പാടില്ലാത്തതാണ്. ഒരമ്മ എന്ന് പറയുമ്പോൾ മകൻ്റെ എല്ലാ തെറ്റുകളും ക്ഷമിക്കുന്ന അമ്മ എന്നുള്ള നിലയ്ക്ക് ഈ തെറ്റും ക്ഷമിക്കുക എന്നുള്ളതാണ് അവരുടെ ഭാഗത്ത് ചെയ്യേണ്ടത്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.